ഹാർട്ട് ബ്രേക്സ് ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. ബട്ട് ഐ പേഴ്സണലി ഫീൽ അകത്ത് പോയിട്ട് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. സോ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ രാവിലെ വിളിച്ചുണർത്തേണ്ട ജോലി നമ്മുടെ പേരൻസിൻ്റെ അല്ലേ. അതിൽ നമുക്ക് വലിയ ടെൻഷനോ റോളോ ഒന്നും ഉണ്ടായില്ല. അവർ വരും, വിളിക്കും, നമ്മൾ എഴുന്നേൽക്കണം. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അത് അലാം ഏറ്റെടുത്തു കേട്ടോ. ഇപ്പം എന്നെ വിളിച്ചുണർത്തുന്നതും ജോലിക്ക് വിടുന്നതൊക്കെ പുള്ളീൻ്റെ ഉത്തരവാദിത്വം പോലെയാണ്. കാരണം പുള്ളി മിക്ക ദിവസവും അടിച്ചാലും ഞാൻ പുള്ളീനെ ഓഫ് ചെയ്ത് ഒന്നുകൂടി തിരിഞ്ഞ് കിടന്ന് നല്ല സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി എഴുന്നേൽക്കത്താണ് കേട്ടോ പതിവ്. പക്ഷേ ചില ദിവസങ്ങളിൽ പുള്ളി ജയിക്കും, അങ്ങ് ശല്യപ്പെടുത്തി കളയുന്നേ. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ ഈ 2025 കുറേ ചേഞ്ചസ് വരുത്തുമെന്ന് എന്നോട് തന്നെ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് റീസൺ എന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഫസ്റ്റ് പ്രോമിസ് ഇത് തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം വെളിയിലിരിക്കുക, കുറച്ച് നേരം നേച്ചറിനോട് ഒത്തു നിൽക്കുക, പറ്റുന്നിടത്തോളം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ ഉള്ളത്, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ചായയോ കാപ്പിയോ അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഞാൻ സ്വിച്ച് ചെയ്ത് വെള്ളം അത് മാത്രമാക്കി. ഇനി അതിനകത്ത് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വെള്ളം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ. ഞാൻ മോർണിംഗ്സിൽ കൂടുതലും ഗ്രംപി ആയിട്ട് എഴുന്നേൽക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരാൾ അപ്രോച്ച് ചെയ്താൽ നോർമലായിട്ട് സംസാരിക്കാനൊന്നും ആവാറില്ല. സോ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് കേട്ടോ. ഹൈഡ്രേറ്റ് ചെയ്യുക, പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ഒരു റഷ് ഉണ്ടാക്കാതെ സ്ലോലി എല്ലാം കാര്യത്തിന് അപ്രോച്ച് ചെയ്യുക. പിന്നെ സോഫ്റ്റ് മ്യൂസിക്സ് എല്ലാം കേട്ട് തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതെന്നെ ഒരു വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഓൾമോസ്റ്റ് 15 days ആയി ഇത് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഹസ് ആക്ച്വലി ഹെൽപ്പ് മീ. ലൈറ്റിൻ്റെ വശത്തോട്ട് തിരിഞ്ഞിരിക്കും, ഒന്നും കാണുന്നില്ല. അപ്പോഴും അതെ ഇപ്പോഴും അതെ, ഒട്ടും മാറാത്ത സ്വഭാവം ഇതാട്ടോ. എന്ന് രാവിലെ ഞാൻ കഴിക്കാനിരിക്കുമ്പോഴാട്ടോ എൻ്റെ വീട്ടിൽ വിളിക്കാറ്. അപ്പം പപ്പയും മമ്മിയും രണ്ടുപേരും ഉണ്ടാവും. അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിക്കും. പിന്നെ പപ്പയും ഞാനും ഫുൾ ഡേ ഓൾമോസ്റ്റ് ഒരു 10 തവണയെങ്കിലും ഫോൺ വിളിക്കാറുണ്ട്. ചുമ്മാ അല്ല കേട്ടോ, സീരിയസ്ലി. പപ്പ എൻ്റെ ഗോ ടു പേഴ്സണാണ്. എനിക്ക് എന്ത് പറയണമെങ്കിലും എപ്പോൾ പറയണമെങ്കിലും എന്നെ വിളിക്കുന്നത് പപ്പ തന്നെ ആയിരിക്കും. അപ്പോൾ അത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ശീലമൊന്നുമല്ല, അതുള്ള ശീലമാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പം കുറച്ച് പേരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നുമില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് മേജർ ഇഷ്യൂസ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് വീക്ക്നെസ്സും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അപ്പം നമ്മൾ അതിന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിന് റിസൾട്ട് വന്നപ്പം കൂടേണ്ടതെല്ലാം കുറഞ്ഞു, കുറയേണ്ടതെല്ലാം കൂടിയിട്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ വക കുറേ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേ ടു ഡേ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓൾറെഡി ഇപ്പം ഒരു ഹെൽത്തിനോട് കൺസേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നമ്മുടെ മൈൻഡിൽ അത്രയും വരില്ല. സോ അതായിരുന്നു മേജർ ഇഷ്യൂ. ഇപ്പം ഞാൻ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. ഡോക്ടർ കുറച്ച് സപ്ലിമെൻറ്റ്സ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു തുടങ്ങി. ഇപ്പോൾ എനിക്ക് തന്നെ കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സെക്കൻഡ് കൺസൾട്ടേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. ബട്ട് അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ, സെൽഫ് റിയലൈസേഷൻ ഈസ് ദ ബെസ്റ്റ് റിയലൈസേഷൻ എന്ന്. അപ്പം ഞാൻ ശരിക്കും ഈ വീഡിയോസൊക്കെ ഇടുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു. ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. ആണ് ഇപ്പോഴും. ഞാൻ മേജർ ചേഞ്ചസ് ഒന്നും ഇപ്പോഴും എൻ്റെ ലൈഫിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ജാനുവരി 1 തൊട്ട് ഞാൻ കുറച്ച് ഡിസിഷൻ എൻ്റെ ലൈഫിൽ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നും പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാം ഒന്നും ഞാൻ ചെയ്ത് ഈ വീഡിയോയിൽ ഇടുന്നില്ല ഇപ്പം. പതുക്കെ വയ്യെ നമുക്ക് എല്ലാം തുടങ്ങാം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നതെന്നും ഞാൻ ഈ വീഡിയോയിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം
നമ്മൾ രാവിലെ തൊട്ട് ഇൻട്രോ പറയാത്തതിൻ്റെ റീസണും ഇതായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കുറേ ഷോർട്സ് എല്ലാം എടുക്കേണ്ടി വന്നു. ഞാൻ സാധാരണ ഒരു ഷോട്ട് ഒരു തവണ ഒക്കെ എടുത്തിട്ട് അത് സെറ്റ് ആവാറുള്ളതാണ്. ബട്ട് ഇന്ന് രാവിലെ തൊട്ട് ചിലപ്പോൾ ഞാൻ ഫ്രെയിമിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഫ്രെയിമിൽ വേറെ എന്തെങ്കിലും കയറി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രൈപോഡ് ഒന്ന് നൈസായിട്ട് പൊട്ടിപ്പോയി. ഞാനത് ഫസ്റ്റ് ടൈം മേടിച്ചാൽ കേട്ടോ. ഫസ്റ്റ് ടൈം മേടിച്ചിട്ട് ഇപ്പം ഇത്രയും നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫസ്റ്റ് യൂസ് ആയിരുന്നു. പക്ഷേ എൻ്റെ കെയർലെസ്നെസ് കാരണം താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് തന്നെ ഒട്ടിച്ചിട്ട് കാര്യം നടത്തുന്നു. ബട്ട് അതെല്ലാം കാരണം നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോടെ പറയാനിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഇൻട്രോ പറഞ്ഞ് വീട്ടിൽ ഇരിക്കത്തേ ഉണ്ടായിരുന്നല്ലോ. സോ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു, എന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇൻട്രോ പറയുന്നത്. ഇനി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ലേറ്റ് ആവും. സോ വഴിയേ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ. എത്രമാത്രം അത് സക്സസ്ഫുൾ ആവുമെന്നോ ചേഞ്ചസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്നോ എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളൊരു മുന്നേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഒബ്സ്ട്രക്ഷൻസാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. സോ യാ, ദാറ്റ്സ് ഓൾ. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ പോലെ ആയിപ്പോയോ, കാരണം നമ്മൾ ലേറ്റായി. അപ്പം എനിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ടാട്ടോ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എല്ലാം പറഞ്ഞു പോയത്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു, ടു മേക്ക് കൺസിസ്റ്റൻറ്റ് വീഡിയോ ഇൻ യൂട്യൂബ്. അത് എൻ്റെ ഫിസിക്കൽ ഹെൽത്തായിട്ട് ഒന്നും റിലേറ്റ് ചെയ്യാനില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിനോട് മാത്രമുള്ള കാര്യങ്ങളല്ല, എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളോടെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു 2025 റെസൊല്യൂഷൻ പോലെ ആണ്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ന്യൂ ഇയറിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, വിഷൻ ബോർഡ്. അതെൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം വൈറലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്കും അത് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇടുന്നതായിരിക്കും. സോ യാ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പോവാം. ഞാനും അലാമുമായിട്ടുള്ള ഏകദേശം അടിയും പിടിയും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് അവിടെ കിടക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി അത് നിർത്തും. ഓൾമോസ്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 1 to 2 hours അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഫോൺ യൂസ് ചെയ്യുന്നത് മിനിമൽ ആക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ളപ്പം ഞാൻ സ്ഥിരമായിട്ട് വരുന്നൊരു പള്ളിയാട്ടോ ഇത്. കാരണം സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ളപ്പോൾ മോസ്റ്റ്ലി ഞാൻ ബസ്സിലായിരിക്കും വരിക. അപ്പോൾ അതെനിക്ക് ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഓട്ടമാണ്. നല്ല അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി ആസ് യൂഷ്വൽ. പക്ഷേ ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും ടയറിങ് ആയിട്ട് തോന്നാറില്ല കേട്ടോ. ഇപ്പം ഈവനിങ് ഒരു 5 ആയിട്ടുണ്ട് കേട്ടോ, 5:15 ആയിട്ടുണ്ട്. ഇപ്പോൾ ആ കേസൊക്കെ ഒന്ന് തണുത്തത്, എല്ലാവരും പോയി. സെക്കൻഡ് ഷിഫ്റ്റുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഷിഫ്റ്റിൽ നമുക്ക് അത്ര കുറേ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു സ്റ്റാഫും ഒരു ഇൻറ്റേണും പിന്നെ കുറച്ച് വെളിയിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് പഠിക്കാൻ, അവർ 2 പേരും ഉണ്ടാവുള്ളൂ. അപ്പം അത്ര പേഷ്യൻസ് ഉണ്ടാവുള്ളൂ, അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്റ്റാഫ് കുറവുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പം ഞാൻ ഓടി വന്നതാണ് കേട്ടോ നിങ്ങളോട് മിണ്ടാൻ. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ വർക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ കൂടുതൽ ക്ലിപ്സ് ഒന്നും എടുക്കാൻ. പക്ഷെ എന്നാലും എനിക്ക് കൗതുകം തോന്നിയതും കുറച്ചൊക്കെ താല്പര്യം തോന്നിയ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലൈക്ക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലും ഫാസ്റ്റും വാസ്തുവാണിപ്പം. ബിക്കോസ് ഇപ്പം നമ്മൾ ആദ്യം ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കൊരു ടാബിൽ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു CT റൂമിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് റിസപ്ഷനിൽ പോയിട്ട് വേണമെങ്കിൽ CT ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ, അങ്ങനെ ചെയ്യും എന്നുമല്ല. ബട്ട് ലൈക്ക് ഞാൻ നിങ്ങളെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സാധാരണ നമ്മളത് CT റൂമിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ചെയ്യുന്ന സംഭവം നമ്മുടെ കൈയുള്ളിൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ അത്ര ഈസി ആയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാനത് ക്ലിപ്പ് എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ യെസ്, ഇന്നിച്ചിട്ട് തിരക്കുണ്ടായിരുന്നു. തന്നെയല്ല പിന്നെ ഞാനും വിചാരിച്ചു നിങ്ങളെ എൻ്റെ വർക്ക് കാണിച്ചിട്ട് വെറുപ്പിക്കണ്ട, എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പം മനസ്സിലാവാത്തപ്പോൾ നിങ്ങൾക്കൊരു ബോറടിച്ചേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഈവനിങ് ആയി, കോഫി കുടിക്കാൻ പോകണം. പക്ഷേ അതിന് ബ്രേക്ക് ഉണ്ടോ, പേഷ്യൻ്റ് തിരക്കുണ്ടോ എന്നൊക്കെ പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കോഫി കുടിക്കാൻ പോകാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ CT മഷീൻ. ഇപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ നിങ്ങളോട്, അത് ആ ടാബ് ഇതാട്ടോ. ഇത് നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അകത്ത് പോയിട്ട് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. സോ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യൻ്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. സോ ഇത് ഷെഡ്യൂൾ വന്നു. പേഷ്യൻ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇൻ ദാറ്റ് വി ക്യാൻ ചൂസ് എന്താണ് നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്. ഇപ്പം ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ്, അബ്ഡമൻ ആണെങ്കിൽ അബ്ഡമൻ,
അങ്ങനെ ഗോ കൊടുത്താൽ നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ആവും. CT നമ്മൾ നോർമലി അവിടെ ചെയ്യുന്ന പോലെ തന്നെ സെയിം നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് സംഭവം ചെയ്യാം. സോ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഞാൻ നോർമൽ PC നമ്മൾ ഇത് സ്കാൻ ചെയ്യുന്ന സ്ഥലവും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ PC ഇതാണ്. സോ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വെർ യു ആക്ച്വലി ഡു ദ CT. നമ്മൾ അവിടെ കണ്ട സെയിം സംഭവമാണ് കേട്ടോ. ഞാനിപ്പം സ്റ്റാർട്ടിംഗ് തൊട്ട് കാണിച്ചു തരാം. നമ്മളവിടെ ഷെഡ്യൂൾ ചെയ്തപോലെ തന്നെ ഇവിടെ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. വിൽ സ്റ്റാർട്ട് ദ എക്സാം ഹെയർ. എന്നിട്ട് നമ്മളവിടെ കണ്ട അനാറ്റമിക്കൽ പാർട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ ഇതിൽ ഈ സെയിം ഇമേജാണ് നമുക്ക് അവിടെയും കണ്ടത്. വി ക്യാൻ സെലക്ട് എനി പെർട്ടിക്കുലർ പാർട്ട്, ദെൻ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ക്യാൻറ്റീനാട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് കോഫി കുടിക്കാൻ വന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വന്നപ്പോൾ നല്ല ഉഗ്ര സൺസെറ്റ് കണ്ടിരുന്നു കേട്ടോ. അത് മോഹിച്ചാണ് ഞാൻ 5:30 ആയപ്പം സൺസെറ്റ് കാണാൻ വന്നത്. പക്ഷേ സണ്ണിന് സെറ്റാവാൻ എന്തോ മൂഡില്ലായിരുന്നു ഇന്ന്. മോസ്റ്റ്ലി ഞാൻ ഇപ്പം തുടങ്ങിയതല്ല, ഇത് മുന്നത്തെ ശീലമാണ്. ഈവനിങ് കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിലുള്ളപ്പം പോയി ഇരിക്കാറ്. അങ്ങനെ നമ്മൾ കോഫി എല്ലാം കുടിച്ചു. നമ്മൾ ഈവനിങ്ങിൽ നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിയാറാകുമ്പോഴത്തേനും പുതിയ പേഷ്യൻറ്റിന് വേണ്ടി ബെഡെല്ലാം സെറ്റാക്കിയിട്ടാട്ടോ പോവാറ്. ഈവനിങ്ങിൽ അത്യാവശ്യം പേഷ്യൻ്റ് റഷ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, യൂഷ്വലി സെക്കൻഡ് ഷിഫ്റ്റിൽ അങ്ങനെ റഷൊന്നും ഉണ്ടാവാറില്ല. സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 11:30 തൊട്ട് വൈകിട്ട് 7 മണി വരെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാറായി കേട്ടോ. എല്ലാം കഴിഞ്ഞു. എനിക്കറിയില്ല സൗണ്ട് വരുന്നുണ്ടോന്ന്. ഇവിടെ നല്ല ശബ്ദമുണ്ട്. ഇന്നത്തെ മേളം കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത മേളം തുടങ്ങണം. അതാണ് കുക്കിംഗ്. അപ്പോൾ യെസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് അടുത്ത ടെൻഷൻ നമ്മൾ ഫുഡ് എന്താ കഴിക്കാമെന്നാണ് കേട്ടോ. പുതിയതായിട്ട് ഞാൻ വരുത്തിയിരിക്കുന്ന ചേഞ്ച് ഇതോടെയാണ് സ്കിൻ കെയർ. ഞാൻ പണ്ട് അത്ര സ്കിൻ കെയർ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം സ്കിന്നിന് നൈസായിട്ടൊരു പണിയൊക്കെ തന്നു തുടങ്ങിയപ്പോഴാണ് സ്കിൻ കെയറും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈവനിങ് കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് ഇഷ്ടമെന്ന്. ആ സ്ലോ ആയിട്ടുള്ള ഈവനിങ് ആട്ടോ ഞാൻ അവിടെ വെച്ച് കാപ്പി കുടിക്കുന്നതായിട്ട് കണ്ടത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു സ്ലോ ഈവനിങ് ബ്രേക്ക് എടുക്കാനൊന്നും ടൈമില്ല കേട്ടോ. കുക്കിങ്ങിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ്, അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ ഈവനിങ്. കാരണം 8:30 ആവും വീട്ടിൽ എത്തുമ്പോൾ തന്നെ. അപ്പം നമ്മുടെ ദാലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ദാലിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ ദാലിലെ കുക്കിംഗ് വീഡിയോ ഞാൻ ഇടാഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമല്ലേ ദാൽ. ഇറ്റ്സ് വെരി കോമൺ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ലാസ്റ്റ് ദാലുണ്ടാക്കാൻ പഠിക്കുന്നത്. എനിക്ക് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നിടത്തോളം ഈസി ആയിട്ട് എനിക്ക് സാമ്പാറും ദാലും ഉണ്ടാക്കാൻ പറ്റാറില്ല. അതൊരു ഫാക്റ്റാണ്. ഉണ്ടാക്കിയാൽ തന്നെ എനിക്കത് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ഞാൻ സാമ്പാർ ഇവിടെ വന്നിട്ട് 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ദാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ദാൽ ഉണ്ടാക്കുന്നത്. എനിക്ക് ദാൽ പൊതുവെ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടപ്പെടാറില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് മാത്രമായിരുന്നു എനിക്കിഷ്ടം. ആണ് എനിക്കിഷ്ടം. സോ പക്ഷേ ഇപ്പം ഞാൻ ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പം നമ്മുടെ ടോപ്പിക് അതൊന്നും അല്ല. ഞാനിവിടെ ക്യാമറ പിടിച്ചിട്ടിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ്. രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് നമ്മൾ തന്നെ വരുത്തുന്നത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോഴാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹിറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതായിരുന്നു ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. നമ്മൾ പൊതുവേ ബാക്കിയുള്ളവർ മോണിറ്റർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഒക്കെ നമ്മളെ സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്താൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അതേപോലെ മനസ്സിലായ ഒരു കാര്യം കേട്ടോ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഉണ്ടാക്കണം, ചേഞ്ചസ് ചെയ്യണം എന്ന് മനസ്സിലായ കുറേ കാര്യങ്ങൾ. അതെനിക്ക് അറിയായിരുന്നു. In somewhere my absent mind I was telling myself these things. I was giving excuse over and over for something I know which is not right. So yeah, അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കേട്ടോ ഇന്ന്. ഇപ്പം വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയപ്പം ഞാൻ എന്നെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായി. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴും അതൊരു ഒറ്റ വീഡിയോ ആക്കുമ്പോഴും സ്പെഷ്യലി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കേട്ടോ, അത് നമ്മൾ ഒറ്റ വീഡിയോ ആക്കി കഴിയുമ്പം നമ്മൾ തന്നെ ഒന്ന് നോക്കി കഴിയുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ആ ചോദ്യം, ലൈക്ക് വാട്ട് ആം ഐ ഡൂയിങ് ഇൻ മൈ ലൈഫ് എന്ന്. കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക,
കോളേജിൽ പോവുക, ഡ്യൂട്ടി ചെയ്യുക, തിരിച്ചു വരിക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, കിടക്കുക. ഞാനതൊക്കെ ഭയങ്കര എഫേർട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വർഷം ചേഞ്ച് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അത് എത്രത്തോളം സാധിക്കും, എത്രത്തോളം ഞാൻ പിന്നെ എക്സ്ക്യൂസ് കൊടുത്ത് തള്ളി നീക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ചേഞ്ചസ് എന്തൊക്കെ വേണ്ടിയെന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 അത് നോക്കാം കേട്ടോ. അയ്യോ, ഓക്കെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏർലി ഡിന്നർ, ഏർലി ടു ബെഡ്. അത് എൻ്റെ വീട്ടിൽ പേഴ്സണലി ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടു വളർന്ന ഒരു റൂളാട്ടോ. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ശീലം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലായിരുന്നപ്പം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റൂളായിരുന്നു അത്. എൻ്റെ പപ്പ കുറേ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നതിന് ഒരു റൂളായിരുന്നു അത്. പക്ഷെ ഇപ്പം when I'm grown up and when you're going through certain things, you do realize all those rules were good for you. ആ റൂളാണ് ആക്ച്വൽ റിയൽ ലൈഫ്. നിങ്ങൾ ആ ഒരു സെർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്താൽ യുവർ ലൈഫ് ഇസ് ബെസ്റ്റ്. സോ അത് റിയലൈസ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ബട്ട് യാ, സോ എൻ്റെ പേരൻസ്, എൻ്റെ ഫാദർ സ്പെഷ്യലി, പപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു വീട്ടിൽ ഓൾമോസ്റ്റ് ബൈ 7:38 ഫുഡ് കഴിച്ച് കഴിയണം. ഓൾമോസ്റ്റ് ബൈ 9:30 വി ഓൾ ഷുഡ് ബി ഓൺ ബെഡ്. സോ സെപ്പറേറ്റ് റൂം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു റൂളാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏർലി ഡിന്നറിന് പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഏർലി ഡിന്നർ എന്ന് പറഞ്ഞാലും പപ്പയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ഇപ്പോഴും. ബിക്കോസ് നമ്മൾ രാവിലെ തൊട്ട് എൻ്റെ വീട്ടിൽ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്. പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ 4 പേരും, എൻ്റെ അപ്പ അമ്മ 2 പേര് വർക്കിംഗ് ആണ്. ആഷു സ്കൂളിലാണ്, മൈ സിസ്റ്റർ ഇസ് ഇൻ സ്കൂൾ, ആൻഡ് ഞാനും ആ സമയത്ത് സ്കൂളിലോ കോളേജ് വാട്ട് എവർ ഇറ്റ് ഈസ് ആയിരുന്നപ്പം നമ്മൾ 4 ഡയറക്ഷനിൽ രാവിലെയും ഉച്ചയ്ക്കും ഉള്ള ആൾക്കാരാണ്. ഈവനിങ് കോഫിക്ക് പോലും ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ടാവും. ബട്ട് മൈ പേരൻസ് വോണ്ട് ബി ദെയർ, ദേ വിൽ ബി ഇൻ വർക്ക്. But dinner is the only time when we all are there at home. So for him, it was very necessary that നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വേണം ഫുഡ് കഴിക്കാനുള്ളത്. The only thing I was not okay with was early to bed. So I'll tell you the reason. So ഞാൻ ആ സമയത്ത് സ്കൂളിലും കോളേജിലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഡിപ്ലോമ ഫസ്റ്റ് ഇയർ ഞാൻ അവിടെയാണ് പഠിച്ചത്, രാജസ്ഥാനിലാണ് പഠിച്ചത്. അപ്പോൾ മൈ ലൈക്ക് ഓൾ ദി ഫ്രണ്ട്സ് ആ ടൈമിൽ ഓൺലൈൻ വരുന്നത് തന്നെ ഒരു 10 മണിയാകുമ്പോഴാട്ടോ. അപ്പം ഞാൻ മാത്രം 9:30 ഫോണോ എല്ലാം നെറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് കിടക്കുമ്പം ഓൾമോസ്റ്റ് ഓൾ ദ ടൈം പീപ്പിൾ ഹാവ് ടീസ്ഡ് മീ സെയിങ്, ഇവള് പെട്ടെന്ന് കിടക്കുമല്ലോ, ഇവൾക്ക് മറ്റേ പട്ടാള ചിട്ടയാണ് വീട്ടിൽ, അങ്ങനെയൊക്കെ കുറേ കളിയാക്കിയ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ട്. സോ അതിനു വേണ്ടി ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് ഞാൻ അങ്ങനെ ഒരിക്കലും വീട്ടിൽ വന്നിട്ട് എനിക്കിന്ന് 10 മണി വരെ ഇരിക്കണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് rules are made for you're good. So yes, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് പറ്റത്തില്ല, ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇവിടെയോട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുൾ ഫ്രീഡം ആണല്ലോ, എപ്പോൾ വേണമെങ്കിലും കിടക്കാം, എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം, ആരും ചോദിക്കാനില്ല എന്നൊക്കെയായിരുന്നു. ഫസ്റ്റ് ഇയറിൽ അതുകൊണ്ട് നല്ല രീതിയിൽ വെറുതെ രാത്രി മൊത്തം കുത്തിയിരുന്നിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം സംസാരിച്ച് ഹോസ്റ്റലിലായിരുന്നു. അപ്പം എല്ലാവരും റൂമിൻ്റെ വെളിയിൽ ഇറങ്ങുന്നത് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. അങ്ങനെ നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും സ്റ്റഡീസിൻ്റെ കാരണത്താൽ ഞാൻ ഉറങ്ങാറില്ലായിരുന്നു, ഞാൻ ലേറ്റായി ആവുമായിരുന്നു. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമ ഫസ്റ്റ് ഇയർ പാസ്സായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഡിപ്ലോമ സെക്കൻഡ് ഇയറും BA ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ഡിസ്റ്റൻ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ എക്സാംസ് ഒക്കെ ഇതിൻ്റെ എക്സാമിൻ്റെ കൂടെ ആയിരുന്നു വരാൻ ഡേറ്റ് ഉണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയാണ് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒബ്വിയസ്ലി ഞാൻ ലേറ്റ് ആവുമായിരുന്നു കിടക്കാൻ. അപ്പോൾ അങ്ങനെ പോയി. തേർഡ് ഇയറിൻ്റെ സ്ട്രെസ്സിന് കാരണം പോയി. ഫൈനൽ ഇയർ അല്ലേ, അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ ഫോർത്ത് ഇയർ ആയപ്പോഴത്തേനും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഞാൻ മിക്കതും മൂവീസ് എല്ലാം കണ്ടിട്ട്. ഞാൻ അങ്ങനെ ഒരു മൂവി കാണുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഉറങ്ങണ്ടാത്തതുകൊണ്ട് മൂവി കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. സോ അതൊന്നും എനിക്ക് മാറ്റിയെടുക്കണം. ഈ ഫുള്ള് പറഞ്ഞതിൻ്റെ സാരാംശം അത്രയേ ഉള്ളൂ. എനിക്കതൊന്ന് മാറ്റിയെടുക്കണം. എനിക്ക് ഡിന്നർ കഴിഞ്ഞ ഉടനെ ഒരു 1.5 hour കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങണം. സോ യെസ്, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് തിങ്. That also has so much benefit with the physical health and all.
എനിക്ക് ആദ്യം ഒട്ടും ഡാർക്ക് സർക്കിൾസ് ഉണ്ടായ ആളല്ല. ഇപ്പം എനിക്ക് ഡാർക്ക് സർക്കിൾസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. So yeah, I want to do that. Second is exercise or doing something which makes your body move. സോ ഇപ്പം ഞാൻ ആലോചിച്ചിരിക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ റൂമിൽ എക്സസൈസ് ചെയ്യണം എന്ന് കുറേ പ്രാവശ്യം ആലോചിച്ച ഒരാളാണ്. സോ ഐ നോ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ. ദർ ആർ മെനി പീപ്പിൾ ഹു ഡസ് ആൻഡ് അവർക്ക് നല്ല എക്സലൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി അത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അപ്പം നടക്കുന്ന എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പം ഞാനിപ്പം തീരുമാനിച്ചേക്കുന്നത് ഒന്നുകിൽ മോർണിംഗ് വാക്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതുവരെ ഞാനത് കൺഫേം ആയിട്ട് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ ലെറ്റ് സി എന്താണ് എന്നെക്കൊണ്ട് പറ്റുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും അത് ഒറ്റ സ്ട്രെച്ചിലെടുത്ത് ചെയ്യത്തില്ല, കാരണം എൻ്റെ ബോഡിക്ക് അതൊന്നും പരിചയമുള്ള കാര്യമില്ല. ഈവൻ എനിവൺ ഹൂസ് വാച്ചിങ് ദിസ്, നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സോ ടേക്ക് ഇറ്റ് ഗ്രാജുവലി, ടേക്ക് ഇറ്റ് സ്ലോലി. ഞാനിപ്പോൾ എൻ്റെ ഫുഡ് ഹാബിറ്റ്സും സ്ലീപ്പിംഗ് ഹാബിറ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ശരിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പതിയെ എൻ്റെ ബോഡീനെ മൂവ് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓൾസോ എൻ്റെ മൈൻഡിൽ അവിടെ ഇവിടെയൊക്കെ സ്വിമ്മിങ്ങിൽ പോകണം, സ്വിമ്മിങ് പഠിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. സോ യാ, ലെറ്റ് സി എന്താണ് വാട്ട് വി ക്യാൻ ഡു, വിൽ സി ദാറ്റ്. നെക്സ്റ്റ് ഇസ് ഫൈൻഡ് വൺ പോസിറ്റീവ് തിങ് ഇൻ എവറി സിറ്റുവേഷൻ. ഞാൻ ഫസ്റ്റ് 2024 പ്രത്യേകിച്ചും എടുത്തു പറയാൻ കാരണം എനിക്ക് 2023 കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ദാറ്റ്സ് എ ഫാക്ട്. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ റിമെമ്പർ ദാറ്റ് വാട്ട് ഓൾ ദേ അച്ചീവ്ഡ് ആൻഡ് ഗോട്ട്. അച്ചീവ്മെൻ്റ് എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അങ്ങനെ ഓവറോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് 2023 ഓർമ്മയില്ല. സോ 2024 കുറിച്ച് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി 2024 കുറേ കാര്യങ്ങൾ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിൽ എല്ലാത്തിലും നെഗറ്റീവ് മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എനിക്കിപ്പം സെക്കൻഡ് ഷിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം രാവിലെ ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കയറുന്ന ആൾ രാത്രി ആയാലും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഈവനിങ് ടൈമിൽ സൺസെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കാണണം, റൂമിലിരിക്കണം, അങ്ങനെ ഞാൻ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് ആകുമ്പം ഭയങ്കര സ്ട്രഗിൾസ് കൂടുതലാണ് എനിക്ക്. സോ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. സോ ഐ ഓൾവേസ് എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ഉള്ളപ്പം അയ്യോ എനിക്ക് മാത്രം സെക്കൻഡ് ഷിഫ്റ്റ്, ഞാൻ മാത്രം എന്തിനും ഈ ഡ്യൂട്ടി ചെയ്യുന്ന, വേറെ ആർക്കും കിട്ടുന്നില്ല. ബട്ട് ഫാക്ട് എവ്രി വൺ ഹാവ് ദ സെയിം പോസ്റ്റിങ്സ്. ഇപ്പോൾ എനിക്കൊരു 1 month സെക്കൻഡ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ദ അതർ പേഴ്സൺ, ദ കോ ഇന്റേൺ വുഡ് ഓൾസോ ഹാവ് സം അതർ മന്ത്. ബട്ട് just because I wanted to take everything in a negative perspective or negative thought, ഞാൻ എല്ലാത്തിനെയും അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. സോ ദിസ് ഇയർ ഐ വോണ്ട് ടു ടേക്ക് ഓൾ ദ തിങ്സ്, അറ്റ്ലീസ്റ്റ് എന്ത് പറ്റിയാലും എൻ്റെ ലൈഫിൽ whatever is happening, I want to find one positive thing, even if it is a negative situation. I don't want to be that person who's crying on each and everything. സോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം നമുക്ക് any negative situation I'll try finding something positive, and I'm pretty sure എന്തെങ്കിലും ഒരു സംഭവം പോസിറ്റീവ് ഉണ്ടാവാതിരിക്കില്ല. If at all anyone else is doing the same, please stop doing that, because it's only hurting and harming us personally and there's no harm to others. So try taking everything positively. At least എല്ലാം ഒന്നില്ലെങ്കിലും കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക. അത് ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഈ പ്രാവശ്യം. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും ചെയ്യാത്തൊരു കാര്യമാണ് സ്കിൻ കെയർ. യെസ്, ദാറ്റ്സ് ട്രൂ. ഞാൻ ഇതുവരെയും എൻ്റെ ബോഡിയിലോ എൻ്റെ ഫേസിലോ ലോഷൻസ്, ക്രീംസ് അങ്ങനെ ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു, ചെയ്യാറുമില്ലായിരുന്നു. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, തണുപ്പ് വരുമ്പം അവിടെ നല്ല തണുപ്പാണ്, നെഗറ്റീവ് ഒക്കെ പോകാറുണ്ട് അവിടെ. പക്ഷേ എനിക്ക് ആ സമയത്ത് പോലും മോയ്സ്ചറൈസർ തേക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പറ്റാത്ത ഒരു കാര്യം വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. തേക്കുമായിരുന്നു, പക്ഷെ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഓക്കെ വിത്ത് ഇറ്റ്. സോ അത് കാരണമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ സ്കിന്നിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ലിപ്പ്, ഇപ്പോൾ എനിക്ക് ക്യാമറയിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ബി വിസിബിൾ എനിവേ, ബട്ട് ഐ ജസ്റ്റ് ടെൽ യു, ഈ അപ്പർ ലിപ്പ് സ്ഥലത്ത് എനിക്ക് ഡ്രൈനെസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് കണ്ടീഷൻ കാരണമാണെന്നൊന്നും എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നില്ല. അത് നോർമൽ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ
മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ 1 ഇയർ സഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോട്ട് ഈവൻ കിഡിങ്. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോമിയോ വരെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കത് അത്രയ്ക്ക് റിഡ്യൂസ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കിപ്പോഴും വരാറുണ്ട് കേട്ടോ, ഡ്രൈനെസ്സും അതൊക്കെ. അപ്പം ആ ടൈമിലൊന്നും ഞാൻ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു സ്കിൻ കെയർ. ഇപ്പം ഇൻ 2025 2024 ഒരു ലാസ്റ്റ് മന്ത് ഒക്കെ ആയപ്പോഴത്തേനാണ് നല്ലപോലെ എനിക്ക് കുറഞ്ഞു വന്നത്. ആ ടൈമിൽ എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്നുമില്ല, ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു ആദ്യം, അത് മാറ്റി ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് രണ്ടും, മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ആദ്യം ഇടില്ലായിരുന്നു. ഇപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ബീങ് 6 months നൗ ഐ ഗെസ്. യാ. ഓൾസോ ഞാൻ പിന്നെയും തേക്കാറ് ജസ്റ്റ് വാസ്ലീനും ലിപ് ബാമും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. സോ ദാറ്റ് ഈസ് നൗ ഓൾസോ. പിന്നെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സിലെ മോയ്സ്ചറൈസറോ അങ്ങനെയൊന്നും ഞാൻ തേക്കാറില്ലായിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് 6 months ഞാൻ ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇറ്റ് റിയലി ബെനിഫിറ്റ് യുവർ സ്കിൻ. ഒറ്റ രാത്രി കൊണ്ട് ആവില്ല. യു ഹാവ് ടു ബി പേഷ്യൻറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. സോ യാ, എനിക്ക് സ്കിൻ കെയർ ചെയ്യണം. ഗോസിപ്പിംഗ് ചെയ്യണം എന്നല്ല കേട്ടോ, ഗോസിപ്പിംഗ് കുറയ്ക്കണം എന്നാണ്. സോ ബേസിക്കലി ഞാൻ അത്രയും വലിയൊരു ഗോസിപ്പ് ആളൊന്നും അല്ല കേട്ടോ. ബട്ട് ഞാൻ നല്ലപോലെ സംസാരിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഇഫ് ഐ കം ടു നോ അബൌട്ട് someone who has gossiped about me which I actually don't know, or probably which I did, and I didn't wanted people to know about, and I come to know about with a third person that നീ അന്ന് അങ്ങനെ ചെയ്തു അല്ലേ എന്ന്, I actually feel bad. So I was forced to think, നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ആ മനുഷ്യനും അങ്ങനെയൊക്കെ അല്ലേ വിചാരിക്കുള്ളൂ. ഞാൻ പൊതുവേ അങ്ങനെ ഒത്തിരി ഗോസിപ്പ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ശരിക്കും ഞാൻ പഴയ പറയല്ല, ഞാൻ അങ്ങനെ ഒത്തിരി ഗോസിപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എൻ്റെ കംഫർട്ട് പേഴ്സണോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ എല്ലാവരോടും പോയിട്ട് എല്ലാം ഒന്നും പറയത്തില്ല. ബട്ട് സ്റ്റിൽ ഐ പേഴ്സണലി ഫെൽറ്റ് ഇറ്റ്. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തപ്പം അവർക്കും സെയിം അല്ലേ. സോ ലെറ്റ്സ് ലൈക്ക് നോട്ട് ഡു ദാറ്റ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ യാ, നോ സ്കിപ്പിംഗ് മീൽസ് നെക്സ്റ്റ് ആണ്. ഞാൻ തന്നെ മാറിക്കഴിഞ്ഞപ്പോൾ തൊട്ട്, ഇത് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ബാച്ചിലർ പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. നമ്മൾ തന്നെ മാറിക്കഴിയുമ്പോഴത്തേനും ദ എമൗണ്ട് ഓഫ് ടൈം വി സ്കിപ്പ് ദ മീൽ ഈസ് ലൈക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. ചില സമയത്ത് ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഉണ്ടാക്കാനുള്ള മടി കാരണം ലഞ്ചും, കിടക്കണം ഉറക്കം വരുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം കാരണം ഡിന്നറും. എത്ര പേരാണ് മിസ് ചെയ്യുന്നത്. ബട്ട് എനിക്കിപ്പം റീസെൻ്റ്ലി ഉണ്ടായ ഹെൽത്ത് പ്രോബ്ലമും ഈ ഒരു കാരണത്താൽ ആണ്. മേജർലി ഫുള്ളും അങ്ങനെയല്ല, ബട്ട് യാ അറ്റ് സർട്ടൻ പോയിന്റ് അതും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അത് ഐ ഹാവ് ഡിസൈഡഡ് നോട്ട് ടു സ്കിപ്പ് എ മീൽ. അതിലിപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഐ വുഡ് ടേക്ക് എ സ്റ്റെപ്പ് ടു eat something healthy. And എനിക്ക് just because I don't want to skip meals, I cannot keep on ordering. അതും I have kept myself a boundary. എനിക്ക് ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഇത്രയൊക്കെ ഞാൻ ഓർഡർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത്രയൊക്കെ പുറത്തുനിന്ന് കഴിക്കുള്ളൂ എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രയോറിറ്റൈസിങ് മൈസെൽഫ്. അതൊരു വാശിൻ്റെ പുറത്തൊന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ ഹാർട്ട് ബ്രേക്സ് ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. ബട്ട് ഐ പേഴ്സണലി ഫീൽ നമുക്ക് ഹാപ്പി ആയാലും നമുക്ക് ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റില്ല. അല്ലെ ഹാപ്പി ആക്കണ്ട, ബട്ട് വി ക്യാൻ ഓൺലി ബി നൈസ് ടു അതേഴ്സ് ഇഫ് വി ആർ ഗുഡ്, വി ആർ ഹാപ്പി. ഓക്കെ, നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുമ്പം എനിക്ക് പേഴ്സണലി പറ്റാറില്ല. അതെൻ്റെ മുഖത്ത് തന്നെ കാണും. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വർക്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വർക്ക് മാത്രമല്ല കേട്ടോ. ഞാൻ വീട്ടിലൊരു ദിവസം ലീവ് എടുത്തിരിക്കുക, എനിക്കന്ന് മൂഡ് ഓഫ് ആണ്, ദേഷ്യം വരുന്നുണ്ട്, വിഷമമാണെങ്കിൽ എനിക്ക് അന്നത്തെ വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ടു പ്രയോറിറ്റൈസ് മൈസെൽഫ്, ടു മേക്ക് മൈസെൽഫ് ഹാപ്പി, ഡു തിങ്സ് വിച്ച് മേക്സ് മീ ഹാപ്പി. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൺലി മീ ഹൂ ഈസ് സ്റ്റേയിങ് വിത്ത് മീ, റൈറ്റ്? അപ്പം നമ്മൾ ഒരു മനുഷ്യനെ, ഇപ്പം നമ്മളൊരാളെ കെട്ടിക്കഴിഞ്ഞാൽ ആ ആളെ പോലും ഒന്ന് വാല്യൂ ചെയ്യാറുണ്ട്. ആ ആളെ പോലും ഒരു അറ്റ്ലീസ്റ്റ് വൺസ് എ വൈൽ വി മേക്ക് അതർ person feel happy and special just because that person is tolerating us, or maybe that person is being with us. But why not us? Like, we are there with us for like almost all the time, and it's just us who is being with us.
സോ യാ, വൈ നോട്ട്. സോ ഇത്ര കേട്ടോ കുറച്ച് കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. വിശന്നിട്ട് വയ്യ. നമ്മൾ സ്നാക്സ് കഴിച്ചത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ഫുഡിന് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. സോ ഇനി നമുക്ക് ഫുഡ് പോയി കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ദാൽ ഒരു സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുപ്പിച്ച് കുറേ നാൾ ദാൽ കഴിക്കാം. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്ക്രീൻ ടൈം ഇന്നത്തെ ദിവസത്തെ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വാക്കിന് ഇറങ്ങിയിരുന്നു നമ്മൾ. നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ക്ലിപ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്ക്രീൻ ടൈം. സോ നെക്സ്റ്റ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു 1 hour മുന്നേ ഞാൻ സ്ക്രീൻ ടൈം എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്നത് പോലെ ബുക്സും അങ്ങനത്തെ കാര്യങ്ങളിലായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും കേട്ടോ. പിന്നെ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നു. എനിക്ക് എത്രമാത്രം ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. കാരണം ഇതെല്ലാം ഒരു ബെറ്റർ ചേഞ്ചസ് ആണ്. ഇത് എത്രമാത്രം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നോക്കി, കുറച്ച് വായിച്ചു, കുറച്ച് പഠിച്ചു. ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാനത് നോക്കാറുള്ളൂ കേട്ടോ. ബട്ട് ഇനിയും എനിക്കത് സ്ഥിരമാക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, കിടക്കുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ 1 hour 1.5 hour 2 hours കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് ഹെൽത്തി. സോ ഞാൻ പുറത്ത് നടക്കാൻ പോയിരുന്നു കേട്ടോ. പക്ഷെ അത് ഭയങ്കര ഇട്ടായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, കൊള്ളാമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. സോ യാ, അപ്പോൾ നടന്നിട്ടെല്ലാം വന്നു, ഞാൻ കുറച്ച് റീഡ് ചെയ്തു. അപ്പോഴത്തേനും ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റും. ഐ എം ഹാപ്പി ദാറ്റ് ഐ ഡിഡ് തിങ്സ് വിച്ച് ഐ റിയലി വാണ്ടഡ് ടു ഫ്രം ലൈക്ക് ലോങ് ടൈം. എനിക്ക് സമയം കിട്ടാഞ്ഞതും തള്ളി നീക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ചെയ്തു. വീഡിയോയ്ക്ക് തന്നെ ആയിക്കോട്ടെ. ബട്ട് യാ, വീഡിയോ എടുക്കുമ്പോൾ അത് ചെയ്യണമെന്നുള്ളൊരു പ്രത്യേക ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. സോ യാ, അതെല്ലാം നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് നാളെ തൊട്ട് നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. പുതിയ ചേഞ്ചസ് ഇനിയും കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിട്ട് ഒരാൾക്കേലും റുട്ടീൻ ചേഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല റുട്ടീനിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫാണ് ജീവിക്കുന്നത്. യു ഗൈസ് ക്യാരി ഓൺ. പക്ഷേ ഇഫ് അറ്റ് ഓൾ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് റുട്ടീൻ മാറ്റി പിടിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഓൺലൈൻ കാണുന്ന പോലെ ഒന്നും ചെയ്യണമെന്നില്ല. ഞാനിത് കംപ്ലീറ്റ്ലി എൻ്റെ ഡോക്ടർ അഡ്വൈസ് ചെയ്തതും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാട്ടോ ചേഞ്ച് ചെയ്തേക്കുന്നത്. സോ അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യമെന്ന്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ യാ, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് മോസ്റ്റ്ലി എല്ലാം എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കിടക്കട്ടെ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11 10:55 ആയി. അപ്പോൾ പല്ല് തേച്ച് കിടക്കുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു 11:15. ഓക്കെ, സോ യാ, നോട്ട് ബാഡ്. സെക്കൻഡ് ഷിഫ്റ്റിൽ ഞാൻ അത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ രാവിലെ 11:30 തൊട്ട് രാത്രി 8 മണിയാവും വീട്ടിൽ എത്തുമ്പോൾ. സോ ദാറ്റ്സ് ഫൈൻ ഐ ഗെസ്. മോസ്റ്റ്ലി ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. സോ യാ, ഐ എം ഹാപ്പി. ടുഡേ വാസ് എ ഗുഡ് ഡേ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.